ഞങ്ങൾ കാണുവാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇല്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. സോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. ഇതെന്നാടാ വെച്ച് തയ്പ്പിച്ചതാണോ ഈ ഡ്രസ്സ്? നമസ്കാരം. എല്ലാവർക്കും എന്റെ ഷോൾഡറിൽ ചിരട്ടപ്പൊട്ടൊക്കെ ഉണ്ടല്ലോ. പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. തമിഴ്നാട്ടിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന പാണ്ടിലോറി പോലെ ഒരുക്കി വെച്ചേക്കുക. 10-20 മുഴം മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ചേച്ചി വരും. നമസ്കാരം. ഇതിനും മാത്രം മുല്ലപ്പൂ എല്ലാ ദിവസവും എവിടെ നിന്ന് കിട്ടുന്നു? ആ പൈസ SIP ഇട്ട് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടുമല്ലോ ചേച്ചി. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാട്ട് കേൾക്കുമ്പോഴേ അറിയാം നോർത്തിൽ എവിടെയാണെന്ന്. ഇതുങ്ങളെയൊക്കെ പിടിച്ച് ജയിലിടാൻ സമയമായി കേട്ടോ. അതും ഭക്ഷണമല്ലേ. ഇത് കഴിച്ച് രാവിലെ കക്കൂസിൽ പോയിരുന്നു കഴിയുമ്പോഴേക്കും 2000 രൂപ കിട്ടും. എന്നാ പറ്റിടാ നിന്റെ സുണ്ടിന്? നീ ഇതെന്ത് തേങ്ങയുടെ കാണിക്കുന്ന കത്തടി? എന്ത് രസമായിട്ട സഹോദരൻ ക്യൂട്ട്നെസ്. സാധാരണ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് നേരം കളിക്കുമ്പോഴേക്കും കോച്ച് പിടിക്കും. ഇതെന്തുവാ? വാളയാർ പാത്തുമ്മ. ഒരുപാട് പരമശിവത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വാളയാർ പരമ പാത്തുമ്മേൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് ഉജാല വാങ്ങി വന്നേക്കുക. എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. ഹലാൽ പരമശിവം. പരമശീല. ആ പല്ലിന്റെ ഇടയിൽ കൂടി ഒരു സ്പിരിറ്റ് ലോറിക്ക് കടന്നു പോവാൻ. ബോഡി ഷെയിം കമന്റ് 2025 നിങ്ങൾക്ക് നിർത്താറായിട്ട് ഈ കമന്റ്സ് ഒക്കെ ഒഴിവാക്കൂ പ്ലീസ്. നമുക്ക് നന്നായിട്ടൊക്കെ ഊക്കിവിടാം, അതിന് പ്രശ്നമില്ല. കള്ള് കുടിക്കണതിനേക്കാളും വൈബാണ് മക്കളെ വാണം വിടുന്നത്. ഏത് ഈ തൃക്കാവടി വേണം? അതൊരു പ്രത്യേക വൈബാണ്. ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതാണോ നിന്നോട് ഇതൊക്കെ ചെയ്യാനായിട്ട്? 2 ബോട്ടിലേ 2 പ്ലാസ്റ്റിക് നിർത്തിയേട്ടാ. എവിടുന്നാ വരുന്നേ? എന്താണ് ചേട്ടാ? 2 പ്ലാസ്റ്റിക് ബോട്ടിൽ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആര്? ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഈ ക്യാമറയിലുണ്ട്. കാണിച്ചോ. സബാഷ്. ഡാഷ് ക്യാമറ ഉണ്ട്. ഇതിലുണ്ട്. ഞങ്ങളിപ്പോൾ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ എടുത്തില്ലെന്നുണ്ട് കംപ്ലൈന്റ്. ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. വണ്ടി നമ്പറുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതെടുത്തിട്ട് പോണേ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? അവരുടെ മുഖം കാണിക്കാണ്ട് ഈ വീഡിയോ എടുത്ത ചേട്ടന് കയ്യടികൾ നേരുന്നു. എന്താണേലും ഇത് 2025 എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇത് സീരിയസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ വരെയൊക്കെ പിഴ ഈടാക്കും. 2500 വീഡിയോ എടുക്കുന്നതിനും കിട്ടുമെന്നാണ് പറയുന്നത്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെയോ വാഹന നമ്പറോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാകണം ഇത്. എഡിറ്റ് ചെയ്ത് അയച്ചളയരുത്. നിങ്ങൾക്ക് അയൽവാസിയോട് ഇത്തിരി ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ എടുത്ത് അയൽവാസിയുടെ വണ്ടിയുടെ നമ്പർ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യരുത്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2,500 രൂപ വിവരം അറിയിച്ചവർക്ക് ലഭിക്കും. ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘനെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഇതിനുവേണ്ടി തന്നെ ഒരു ടീം തന്നെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇടാനൊക്കെ ആയിട്ട്. അത് വളരെ നല്ലൊരു കാര്യം കൂടിയാണ് അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് നാട് നന്നാക്കാൻ പറ്റുള്ളൂ. എന്നാ തടവിക്കൊണ്ടിരിക്കുന്നേ? അനുരാഗവിലോചനായി അടുത്ത തവണ ഒരു അമ്മിക്കല്ലെടുത്ത് വെക്ക്. എന്തെല്ലാം കാണണം ദൈവമേ. കള്ള് കുടിക്കണതിനേക്കാളും വൈബാണ് മക്കളെ വാണം വിടുന്നത്. ഈ കാണുന്നത് മൂന്നാറിലോട്ടുള്ള മെയിൻ റോഡാണ് കേട്ടോ. ഈ കാണുന്നത് മാങ്കുളത്തേക്കുള്ള റോഡും.
അപ്പം ഇവിടത്തുള്ള പബ്ലിക്സിന് ഈ റോഡ് ഫെമിലിയർ ആയിരിക്കും. പക്ഷെ മൂന്നാർ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് മേഖലയാണല്ലോ. അപ്പം അവിടെ വരുന്നവർക്ക് കാണാനും അറിയാനും വേണ്ടിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വഴിയൊക്കെ എഴുതിയിട്ടുള്ള. ആ ബോർഡിന്റെ ഫ്രണ്ടിലാണ് ഇവന്മാർ ഇങ്ങനെ ഒരു അപരാധം കാണിച്ചേക്കുന്നത്. ഇന്നലെ ഇങ്ങനത്തെ ഒരു 10 മുകളിൽ ഒരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവിടെ എടുത്തു മാറ്റാൻ തീരുമാനിച്ചു. അപ്പം ഇത് എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ആണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടത്. പബ്ലിക്സിന് യൂസ് ആവേണ്ട ഫെസിലിറ്റീസ് പബ്ലിക്സിന് കിട്ടുക തന്നെ വേണം. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇത് ഇവിടെ മാറ്റാൻ തീരുമാനിച്ചത്. അപ്പൊ ഇതിന്റെ പുറകെ വരുന്ന ഏതൊരു ഇഷ്യൂ ആണെങ്കിലും നാളെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ മാറ്റുന്നത്. അപ്പൊ നമ്മളിത് വലിച്ചെറിഞ്ഞിട്ടില്ല, കറക്റ്റ് ആയിട്ട് ഇവിടെ സൈഡിൽ ചാരി വെച്ചിട്ടാണ് പോകുന്നത്. മാറ്റി വെക്കേണ്ടത് ഇതിന്റെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യാം. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് ബോർഡിനകത്തല്ല ഇതൊന്നും കെട്ടി വെക്കേണ്ടത്. ഇവരൊക്കെ ജയിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ നമുക്കറിയില്ല. എന്തായാലും വോട്ട് ചെയ്യുക, പൊളിക്കുക. സത്യം, അതേതായാലും കൊള്ളാം. ഇതുപോലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്താണേലും അതും കൊള്ളാം. ചെറുപ്പം തൊട്ടേ അമ്മ എന്നെ അടുക്കളയിലൊന്നും കയറ്റൂല. ഇതൊന്നും ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്നാ പറയാ. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് നരയിക്കാൻ വിടൂല്ലോ കേട്ടോ. അതിന് കല്യാണം കഴിഞ്ഞ് ആരാ അടുക്കളയിൽ കയറുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അതിന് വിടൂലെന്ന് പറഞ്ഞതാ. ഈ വിടാനും പിടിച്ചു വെക്കാനൊക്കെ ഞാൻ എന്താ തന്റെ വഴിയോ? മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കൂല്ലേ? എത്ര കൊടുക്കും? ഞാൻ തന്നെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് നരയിക്കാൻ വിടൂല്ലോ കേട്ടോ. നീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവക്ക് കിട്ടാൻ? അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അതിന് വിടൂലെന്ന് പറഞ്ഞതാ. എന്താ തന്റെ വഴിയോ? പ്രതികരിച്ച് വല്ലാണ്ട് അങ്ങോട്ട് പ്രതികരണശേഷി കൂടിപ്പോയി വളരെ. ഫ്ലൈറ്റ് നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. അതെന്നാടെ 2 ഡയലോഗാണോ നീ ഒരു ചുണ്ടി കൂടി പറയുന്നത്? ഫ്ലൈറ്റ് നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. ഇല്ല, നിന്റെ നെഞ്ചത്തേക്ക് വരത്തില്ല. പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് വന്നാ അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങുന്നത്. എത്ര ഡയലോഗാ അവൻ ഒറ്റ ഡയലോഗിൽ പറയുന്നേ? ശീലില്ലാത്തൊരു കാര്യം. നമുക്കിട്ടൊരു പണി വന്ന നമ്മളും പണി, ആരാണെങ്കിലും പണി. ഇങ്ങനെയുള്ള ഡയലോഗിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ? വീട്ടിൽ കയറി പണി. സൂചന കാണിച്ചിട്ട് സേതുരാമർ CBI ആയിട്ടാണ് അവൻ പോകുന്നത്. ഡയലോഗ്: ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, വേണേലും 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. ഡയലോഗ് തെക്കോട്ട്, ലിപ്പ് വടക്കോട്ട്, ഇവൻ ഇതെങ്ങോട്ട്, അവൻ പുറകോട്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാൽ മതി. അത് പറയാൻ താനാരാ? ഞാൻ മോട്ടോർ ബൈക്ക് ഇൻസ്പെക്ടർ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് വാ. മൂവി നെയിം ചോദിച്ചാലും പറയണ്ട, മൂവി നെയിം ഡിസ്കവറിലേക്ക് ആക്കത്തിട്ടോ. യൂണിഫോം ഇട്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സ്റ്റാർട്ടായില്ല. പവർ ഹാക്കാൻ നോക്കി ആയിപ്പോയി. മൊണ്ണയ്ക്ക് വണ്ടി ഓടിക്കാനും അറിയാൻ പാടില്ല. വണ്ടിയും പൂണ്ടയും. വണ്ടി ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് പെട്രോളൊക്കെ അടിക്കുക കേട്ടാ, അപ്പൊ വണ്ടി സ്റ്റാർട്ടാവും. എന്തൊക്കെയോ ഒരു തകരാറുണ്ടല്ലോ. തകരാറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ തകരാറ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ക്ലാക്ക് ക്ലാക്കിലേക്ക് നസ്രെ തിരിഞ്ഞു നോക്കി എന്നാണ് സിനിമയുടെ പേര്. അതിന് ഈ ക്ലാക്ക് ക്ലാക്കിലേക്ക് എന്തോ പറയുന്നേ? ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊലിയാണ് ഈ വെടലക്ക്. തിരിഞ്ഞു നോക്കി അടിപൊളി പടമാകട്ടെ, ഹരിനാരായണൻ സാറിന്റെ നല്ല രീതിയിൽ ഡയറക്ഷൻ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാധിക്കുന്നതാ ഇത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രം സിനിമ വിജയിക്കൂ. ഷൂട്ടിംഗ് നല്ല രീതിയിൽ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ തൊലി ഉരിയാണിത് കണ്ടിട്ട്. ആകട്ടെ നമ്മുടെ നായിക സൂപ്പർ. നിങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് സ്കൈ ഷൈൻ എന്നാണ് പേര്. ഗോഡ്സില, എമിനത്തിന്റെ ഗോഡ്സില എന്ന് പറയുന്ന ഒരു സോങ് ആണ്. ഭയങ്കര പാടാണ് എമിനത്തിന്റെ പാട്ട്, നിങ്ങൾക്ക് അറിയാം.
അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ് ബ്രോ. ഇനി ഇതുപോലെയൊക്കെ റാപ്പുകളൊക്കെ പാടാൻ സാധിക്കട്ടെ, സ്വന്തമായിട്ടൊക്കെ റാപ്പ് ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ബൈ ഫോർ നൗ.